ആ ഒരു 2013 ഏപ്രിൽ 1-ാം തീയതി ഈ ഒരു നാഷണൽ പെൻഷൻ സിസ്റ്റം ആദ്യമായിട്ടൊരു പങ്കാളിത്ത പെൻഷൻ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേരള ഗവൺമെൻറ്. അപ്പോൾ അന്ന് മുതൽ കേരള ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു ആവശ്യമാണ് ഈ ഒരു NPS നിർത്തലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കേരള സർക്കാർ ജീവനക്കാരുടെ ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ, ബേസിക് പേയുടെയും DAയുടെയും ഒരു 10% കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിൽ നിന്നിട്ട് നമ്മുടെ പെൻഷൻ ഒരു പങ്കാളിത്ത പെൻഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള സമരങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിന്ന് സർക്കാരിൻ്റെ അടുത്ത് ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ ഒരു NPS നിർത്തലാക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ ഒരു സർക്കാർ തന്നെ പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര്. ഈ ഒരു സ്കീം പഴയ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൻ്റെ പോലൊക്കെ തന്നെ കാണാനിരിക്കുന്നുണ്ട് എങ്കിലും ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ തന്നെയാണ്. NPS പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 10% ഒരു കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നൊരു പെൻഷൻ തന്നെയാണ്. പക്ഷേ ഇത് NPSൻ്റെ ഒരു മെയിനായിട്ടുള്ള പോരായ്മ സോൾവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ആണ് നമുക്ക് NPSൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഭാവിയിൽ നമ്മുടെ പെൻഷൻ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിവില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു NPSനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ APS ആയിരിക്കും. അപ്പോൾ ആ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു NPSനേക്കാളും എല്ലാ രീതിയിലും നല്ലൊരു പെൻഷൻ സ്കീമാണോ ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം. നമുക്ക് മൊത്തത്തിലൊരു 5.5 ലക്ഷം കേരള ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ളിടത്ത് 3 ലക്ഷത്തോളം ആൾക്കാർ പഴയ പെൻഷൻ സ്കീമിൽ തന്നെയാണ്. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ആ ഒരു 2.5 ലക്ഷം ആൾക്കാർക്ക് ഈ ഒരു പുതിയ സ്കീമിലോട്ട് മാറാനുള്ളൊരു ഓപ്ഷൻ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമിലോട്ട് നമ്മൾ മാറണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു പെൻഷൻ സ്കീമിനെ പറ്റി അഷ്വേർഡ് പെൻഷൻ സ്കീം നമ്മുടെ ആ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ UPSൻ്റെ മാതൃകയിൽ തന്നെ നടപ്പിലാക്കുന്നതാണ്. പക്ഷേ എന്നാലും നമുക്കതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള രൂപമുള്ളൊരു ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിപ്പോൾ NPS നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് NPS സെൻട്രൽ ഗവൺമെൻറ് NPSൻ്റെ അത്ര ആനുകൂല്യങ്ങൾ ഈ ഒരു ജീവനക്കാർക്ക് തരുന്നതല്ല. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു പടി താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീമും UPSനേക്കാൾ ഒരു പടി താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഉദാഹരണത്തിന് 25 വർഷമാണ് ആ ഒരു ഫുൾ പെൻഷൻ, അതായത് 50% നമ്മുടെ അവസാന ശമ്പളത്തിന് അനുസരിച്ചുള്ള ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ 25 വർഷമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അത് 30 വർഷമാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി സെൻട്രൽ ഗവൺമെൻറ്റിൽ ആ ഒരു 10% എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെ കൂടെ 18.5%, അതിൽ 8.5% ആ ഒരു പൂളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ പോലും ആ ഒരു കോൺട്രിബ്യൂഷനെ പറ്റിയൊരു കാര്യം നമ്മുടെ കേരള ഗവൺമെൻറ് ഇതുവരെയുള്ള ഓർഡറിൽ വന്നിട്ടില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓർഡർ ഇനി വരുമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ NPSൻ്റെ കാര്യത്തിലായാൽ പോലും ആ ഒരു 14% ആ ഒരു ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ളതിന് പകരം നമുക്ക് വെറും ആ ഒരു തുല്യമായിട്ടുള്ള 10% ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു 18.5% ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീമിലുള്ള കോൺട്രിബ്യൂഷനിലും അതുപോലെ ഒരു കുറവ് ഉറപ്പായിട്ടും കാണും. അപ്പോൾ നമുക്ക് അറിവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ 2 സ്കീമിനെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ 2 സ്കീമിനെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NPS എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷനുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്ര ശതമാനം നമ്മൾ ഇടും, അതുപോലെ ഗവൺമെൻറ് 10% കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള അറിയാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര എന്നറിയാം, പക്ഷേ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഇല്ല. നമുക്ക് എത്ര തുക ആ ഒരു ലംസമായിട്ട് നമുക്ക് ആ ഒരു 60% കിട്ടുമെന്നറിയാമല്ലോ. അത് എന്തുമാത്രം കാണും എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻഡ് അല്ല. അതുപോലെ തന്നെ ആ ഒരു 40% വെച്ച് നമ്മൾ ആനുവിറ്റി മേടിക്കുമല്ലോ. അപ്പോൾ എത്ര രൂപ നമുക്ക് എല്ലാ മാസവും പിന്നെ കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻഡ് അല്ല. അത് മാർക്കറ്റ് ലിങ്ക്ഡാണ്. നമ്മുടെ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മോശമായി പോകുന്ന ചില അവസ്ഥകളുണ്ട്, നമ്മുടെ ജപ്പാനിലൊക്കെ സംഭവിച്ച പോലെ. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ നമ്മുടെ റിട്ടേൺസ് വളരെ കുറഞ്ഞു പോകുമോ? അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ്, പണപ്പെരുപ്പത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊരു കാര്യങ്ങളൊന്നും ഈ ഒരു NPSൽ പറയുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ആദ്യം ആ ഒരു NPS, അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നുള്ള ആ ഒരു നമുക്കിപ്പോൾ ഉള്ള ആ ഒരു പെൻഷൻ സ്കീമിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ള ആ ഒരു പെൻഷൻ സ്കീം, അതായത് ഈ ഒരു NPS റെഗുലേറ്റ് ചെയ്യുന്നത് PFRD ആണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ബോഡിയാണ് നമുക്ക് ഈ ഒരു
NPS എന്ന് പറഞ്ഞ ആ ഒരു കാര്യം റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ റെഗുലേറ്റ് ചെയ്യുന്ന സെബി പോലെ തന്നെ ഈ ഒരു ബോഡിയാണ് നമ്മുടെ NPS റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ NPSനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു NPS അക്കൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. അതിൽ തന്നെ ടയർ 1 ടയർ 2 ഉണ്ട്. ടയർ 2 എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് നമുക്കുള്ള ആ ഒരു പ്രാൻ നമ്പറിൽ തന്നെ നമുക്ക് ആ ഒരു NPS അക്കൗണ്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കൂടുതൽ പൈസ സേവ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ടയർ 2 അക്കൗണ്ടിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ അത് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു സ്കീമിൽ മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്വിറ്റിയിൽ, അതായത് നമ്മുടെ കമ്പനികളുടെ ഷെയറുകളിൽ, അതുപോലെ തന്നെ കമ്പനികളുടെ ബോണ്ടുകൾ, കടപ്പത്രങ്ങളിൽ, കോർപ്പറേറ്റ് ബോണ്ടുകളിൽ കീപ്പ് ചെയ്യും. അതുപോലെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് ഉണ്ടല്ലോ, കടപ്പത്രങ്ങൾ, അതിലും കീപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് പൈസ ക്യാഷായിട്ടും കീപ്പ് ചെയ്യും, ഒരു വളരെ ചെറിയൊരു ശതമാനം മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ സ്കീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേരള ഗവൺമെൻറ് എംപ്ലോയീസിന് ഡിഫോൾട്ടായിട്ട് ഈ ഒരു NPSലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ 75% ഈ ഒരു ഗവൺമെൻറ്റും കോർപ്പറേറ്റിൻ്റെയും ബോണ്ടുകളിലാണ്, കടപ്പത്രങ്ങളിലാണ്. ഇത് വളരെയധികം റിസ്ക് കുറഞ്ഞതും വളരെയധികം റിട്ടേൺസ് കുറഞ്ഞതായിട്ടുള്ളൊരു രീതിയാണ്. വെറും 6 മുതൽ 7% മാത്രമേ അതിൽ റിട്ടേൺസ് കിട്ടും. ബാക്കി ഒരു 20% മുതൽ 25% ഇടയിലുള്ള ഒരു എമൗണ്ട് മാത്രമേ ആ ഒരു എക്വിറ്റി അലോക്കേഷന് വേണ്ടി നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു രീതിയിലോട്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ലോങ് ടേമിൽ റിട്ടേൺസ് ആ ഒരു 7%-കൂടെ 1%, ആ ഒരു ആവറേജ് കൂട്ടുമ്പോൾ 8%, 9% ആ ഒരു റേഞ്ചിന് മുകളിലേക്ക് പോവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്കീം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഓപ്ഷനായിട്ട് ഓട്ടോ സ്കീമിലുള്ള ആ ഒരു ലൈഫ് സൈക്കിൾ 50, ലൈഫ് സൈക്കിൾ 25 മാത്രമേ ഉള്ളൂ. മറ്റേ ആക്റ്റീവ് സ്കീം ചൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വളരെയധികം റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ബോണ്ട്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമുകൾ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പുരോഗതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് സൈക്കിൾ 50 എന്നുള്ള ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രാജ്യത്ത് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ, കോർപ്പറേറ്റുകൾ ആ ഒരു ഇറക്കുന്ന പൈസയിലുള്ള റിട്ടേൺ ഉറപ്പായിട്ടും ഈ ഒരു 7% മുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടമെടുക്കുന്ന തന്നെ ഈ ഒരു 7% മുകളിലായിരിക്കും. അപ്പോൾ അവർ കടമെടുക്കുന്ന പൈസയെ കൂടുതൽ ഒരു റിട്ടേൺ എന്തായാലും അവർ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഒരു 10% മുകളിൽ അവർ ഇറക്കുന്ന പൈസയിൽ, അപ്പോൾ അതിന് മുകളിൽ ഒരു റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാലത്തേക്കാണ് നമ്മൾ ഈ ഒരു പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു പൈസ പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ലോങ് റണ്ണിൽ ഈ ഒരു ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാണ് ഈ ഒരു കമ്പനി ഉണ്ടാക്കുന്ന ആ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന് അടുത്തുള്ള ഒരു തുക തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് കമ്പനികൾ ഒന്നിച്ചാണ് ഈ ഒരു സ്കീമിൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു റിട്ടേൺസ് കുറച്ചുകൂടെ ആവറേജ് ഔട്ട് ചെയ്യും. എന്നാലും ആ ഒരു 10%, 11% റേഞ്ചിന് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും നമ്മുടെ ആ ഒരു ലോങ് റണ്ണിലുള്ള റിട്ടേൺ എന്നുള്ളത് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ്സുകൾക്ക്, വലിയ ബിസിനസ്സുകൾക്ക് തന്നെ, ഏറ്റവും വലിയ ടോപ്പിലുള്ള ബിസിനസ്സുകൾക്ക് പോലും ഇനിയും വളരാനുള്ള ഒരുപാട് റൂമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓട്ടോ സെക്ഷനിലുള്ള ആ ഒരു 50% എക്വിറ്റി അലോക്കേഷൻ 35 വയസ്സ് വരെ വരുന്ന ആ ഒരു സ്കീമിലോട്ടൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചാനലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇതുവരെ ആ ഒരു സ്കീം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഒരു ശതമാനത്തിൽ റിട്ടേൺസ് കിട്ടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമ്മൾ കൂടുതൽ കാലം നമുക്ക് സർവീസ് ഉണ്ടെങ്കിൽ നമ്മുടെ അവസാന സർവീസ് കാലഘട്ടങ്ങളിൽ ഉള്ള ആ ഒരു റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10% ആയാലും നമ്മൾ ആ ഒരു ഇട്ടിരിക്കുന്ന ആ ഒരു കോർപ്പസിൽ ആ ഒരു വലിയ ക്യാപിറ്റലായിരിക്കും ആ ഒരു 10% കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. ആ ഒരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ മാജിക് ഉണ്ടല്ലോ, അവസാന ആ ഒരു കർവ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കർവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സർവീസ് കാലയളവ് ഒരു 30 വർഷത്തിനൊക്കെ അടുത്തായിരിക്കണം എന്നുള്ളതൊരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ സർവീസ് ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ട് NPS ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കീം എന്ന് തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല എങ്കിൽ, അതുപോലെ പണപ്പെരുപ്പം ഒരു ഫാക്ടറാണ്. പണപ്പെരുപ്പം ഈ പറഞ്ഞ കണക്ക് രാജ്യത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, സാമ്പത്തികമായിട്ട് ഓക്കെ ആണെങ്കിൽ പണപ്പെരുപ്പം ഒരു കൺട്രോളിലായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ NPS കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NPS നമുക്ക് എപ്പോഴാണോ ഈ ഒരു NPS സ്കീം തീരുന്നത്, സൂപ്പർ ആനുവേഷനിലായാലും
നമ്മൾ VRS എടുക്കുകയാണെങ്കിലും എപ്പോഴാണോ ആ സ്കീം തീരുന്ന സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 60% ആ ഒരു കോർപ്പസിൻ്റെ ലംസമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു തുക നമുക്ക് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു APSൽ ഗവൺമെൻറ് വാങ്ങുന്ന ആ ഒരു ആന്വിറ്റിയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഒരു ലോങ് സർവീസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു കിട്ടുന്ന ലംസം തുക വളരെ വലുതായിരിക്കും. അപ്പോൾ ആ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടെ ഉണ്ട്. മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയെക്കുറിച്ച് അറിയുകയും കൂടെ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരാൾ NPS തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി നമുക്ക് എന്ത് നമ്മുടെ പെൻഷൻ ഫണ്ടിന് സംഭവിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും ഒരു ഐഡിയ ഉള്ള ആളാണ് പുള്ളി. അതുപോലെ തന്നെ ആ ഒരു ലംസം മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഉറപ്പായിട്ട് NPS തന്നെയാണ് ബെസ്റ്റ്. പിന്നെ അതുപോലെ DCRG ഈ ഒരു ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചും ഒരു ക്ലിയർ ആയിട്ടൊരു സംഭവം ഉണ്ട് നമ്മുടെ ഒരു NPSൽ. അത് APSൻ്റെ കാര്യത്തിൽ ഇനി വരാനുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഇതുവരെ നല്ലൊരു ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ല രീതിയിൽ കമ്പാരിസൺ ചെയ്യാം. പക്ഷേ NPSൻ്റെ കാര്യത്തിൽ ഒരുവിധം നല്ല രീതിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയും ഗവൺമെൻറ് ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയും നമുക്ക് തന്നെ ഉള്ളതാണ്, നമുക്ക് തന്നെ കിട്ടും. എന്ന് വെച്ചാൽ ആ ഒരു എംപ്ലോയി മരിച്ചു പോയാൽ പോലും ഈ ഒരു സ്പൗസിന് ഈ ഒരു ലംസം തുകയുടെ ഗുണവും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു 40% ആ ഒരു ആന്വിറ്റി ഉണ്ടല്ലോ, ആ ഒരു മാസം കിട്ടുന്ന ആ ഒരു തുകയും കിട്ടും. അതുപോലെ ഈ ഒരു സ്പൗസിനും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവരുടെ ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ബെനിഫിറ്റ് ആ ഒരു തുക അതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ NPSൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ആ ഒരു കാര്യം ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീമിൽ ഇനി കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു UPSൻ്റെ കാര്യത്തിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം മാതൃകയാക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വരുത്തിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നല്ലൊരു രീതിയിലാണ് ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുന്നതെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു APS എന്നുള്ള സ്കീം ചിലപ്പോൾ ബെനിഫിഷ്യലായിരിക്കും. അത് എങ്ങനെയുള്ളവർക്കാണ് എന്ന് പറയണമെങ്കിൽ ആദ്യം APS എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നുള്ളത് ഒരു ഐഡിയ വേണം. APSലുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 10,000 രൂപയോളം ആ ഒരു ഷുവറായിട്ടുള്ള പെൻഷൻ, അഷ്വേർഡ് ആയിട്ടുള്ള പെൻഷൻ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ 30 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവർ അവസാന കാലഘട്ടങ്ങളിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക് പേയുടെ 50% ഒരു ഡിയർനെസ് റിലീഫോട് കൂടി തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഡിയർനെസ് റിലീഫ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലേഷൻ്റെ ആ ഒരു പ്രശ്നം ഓൾറെഡി പരിഹരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു APS മെയിനായിട്ട് പരിഹരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി ഓൾറെഡി പരിഹരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു റിട്ടേൺസ് ബെനിഫിറ്റ്സ് നമുക്ക് ആ ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ബെനിഫിറ്റ് ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടർ അതിലുണ്ട്, ഡിയർനെസ് റിലീഫ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 ഫാക്ടേഴ്സാണ് APSൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അതുപോലെ ഈ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുള്ള കാര്യത്തിനെ പറ്റി ഈ ഒരു UPSൽ പറയുന്ന പോലെ APSൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പെൻഷൻ സ്കീമിലെ പോലെ തന്നെ 60% ആ ഒരു പെൻഷൻ്റെ ഈ ഒരു സ്പൗസിന് കിട്ടുകയും പിന്നെ ഉള്ള ബെനിഫിറ്റുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്പൗസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു നമ്മൾ ഇത്ര കാലം ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ ഇനി ഒരു ഓർഡറിൽ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് APSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുന്നത് ഇത്ര കാര്യത്തിലാണ്. ഇപ്പോൾ NPS എങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമെങ്കിലും സർവീസ് ഉള്ളവർക്ക്, അതുപോലെ മാർക്കറ്റ് റിട്ടേൺസിനെ പറ്റി ഒരു കോൺഫിഡൻസ് ഉള്ളവർക്ക് ആ ഒരു സ്കീം ചേഞ്ച് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിട്ടേൺ, അതായത് ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഒരു 10% മുകളിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10% ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് ആ ഒരു കോമ്പൗണ്ടഡ് റിട്ടേൺ, അപ്പോൾ കുറച്ച് കൂടുതൽ കാലം സർവീസ് ഉള്ള ഒരാൾക്ക് വലിയൊരു എമൗണ്ടാണ് ലാസ്റ്റ് കിട്ടുന്നത്. അതൊരു 60% നമുക്ക് ലംസമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസും അതിനെക്കുറിച്ചുള്ള അറിവുള്ള ഒരാൾക്കും, അതുപോലെ DCRG ഒക്കെ ക്ലാരിറ്റി ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ NPSൽ ഇപ്പോൾ തുടരാം. പക്ഷേ ഈ APSലോട്ട് എങ്ങനെയുള്ളവർ മാറണം എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് റിട്ടേൺസിനെ പറ്റി ഒരു കോൺഫിഡൻസ് ഇല്ല. എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് റിട്ടേൺസ് കിട്ടുന്നത് എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഷ്യൂരിറ്റി വേണം. നമ്മുടെ പെൻഷനാണ്, അതിനെക്കുറിച്ചൊരു ഷ്യൂരിറ്റി വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് APSലോട്ട് മാറണം.
അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു മാസാമാസം കിട്ടുന്ന ഒരു തുക, അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. ഭാവിയിലുള്ള ആ ഒരു ഇൻഫ്ലേഷനും മാർക്കറ്റ് റിട്ടേൺസും ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഒരു ഇൻഫ്ലേഷനൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെപ്പറ്റിയും അതുപോലെ ഇൻഫ്ലേഷൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നതിനെപ്പറ്റിയും ഒന്നും നമുക്ക് രൂപമില്ല എങ്കിൽ ആ ഒരു കാര്യങ്ങൾ വളരെയധികം അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു സെർട്ടനിറ്റി വേണം, അതിനെക്കുറിച്ചൊരു ഉറപ്പ് വേണം. നമ്മുടെ ഒരു പെൻഷൻ സമയം നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ഓരോ മാസം കിട്ടുന്ന ആ ഒരു തുക കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു ഉറപ്പ് വേണ്ടുന്നവർക്കും അഷ്യൂർഡ് പെൻഷൻ സ്കീമാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒരു നമ്പേഴ്സായിട്ട് നമുക്ക് ഈ ഒരു NPSൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്, UPSൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്. UPSൻ്റെ കാൽക്കുലേറ്ററിൽ നമുക്ക് ഈ ഒരു ടേംസ് കുറച്ച് മാറ്റം വരുത്താമെന്നുണ്ടെങ്കിലും അതുപോലെ NPSൻ്റെ ടേംസിലും നമുക്ക് ഈ ഒരു നമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്കൊരു കാൽക്കുലേറ്റഡ് ഫിഗേഴ്സ് കിട്ടും. കാൽക്കുലേറ്റഡ് ഫിഗേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു 25-30 വർഷത്തോളം സർവീസ് ഉള്ളവർക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളിലും. അതുപോലെ അതിന് മുകളിലോട്ട് സർവീസ് ഉള്ളവർക്ക് എന്തുകൊണ്ടും NPS തന്നെയാണ് നല്ലത്. കാരണം വെച്ചാൽ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട്, അതുപോലെ ലംസമായിട്ടൊരു എമൗണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെ തന്നെ NPS ആണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആ ഒരു നമ്പേഴ്സിൽ കാണുന്നത്. വളരെ കുറച്ച് സർവീസ് ഉള്ളവർക്ക് കുറച്ച് ബെറ്ററായിട്ട് UPS ആണ് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കോർപ്പസ് എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും NPSൽ. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു മാജിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. കറക്റ്റായിട്ട് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് വേണമെങ്കിലും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ NPSൻ്റെ ആ ഒരു സ്കീം ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഇതുവരെ സ്കീം ചേഞ്ച് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചാനലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നോക്കാൻ മറക്കണ്ട.